പിന്നെ ഇപ്പോഴും ഗോളുകൾ നേടണമെന്ന് നിർബന്ധമില്ല. മെസ്സി അടിക്കുന്ന എല്ലാ പന്തുകളും പോസ്റ്റിൽ കയറത്തില്ല. ഇപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ 100 അടിക്കാറില്ല. ചിലപ്പോൾ ഡക്ക് അടിച്ച് പോകാറുണ്ട്, ഇല്ലേ? എന്ന് വെച്ചിട്ട് അയാൾക്ക് അടുത്ത തവണ അയാൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ മികച്ചതാവും. ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുകയാണ്. നമ്മൾ ശരിക്കും നേരെ ഇങ്ങോട്ട് കയറി വന്നിങ്ങോട്ട് എടുക്കുകയായിരിക്കും. അതിൻ്റെ പുറത്ത് പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് ആരും കാണത്തില്ല. ആ പ്രോസസ്സ് തെറ്റിയാൽ നമുക്ക് ഗോൾ നേടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനെന്താണ് റീസൺ? ആ റീസണെ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്താൽ വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എത്ര വലിയ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സാറേ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. പക്ഷെ അത് നമ്മൾ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും അത് അച്ചീവ് ചെയ്യുന്നില്ല. അപ്പൊ അതിലേക്കുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ സാറിന്റെ വ്യൂസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ട്? ഗോൾ സെറ്റ് അനിവാര്യമാണ്. ലക്ഷ്യങ്ങൾ നമ്മൾ വെക്കണം. നമുക്ക് ഈ ഫുട്ബോൾ കളി, ഈ ഗോളെന്ന് കേട്ട ഉടനെ നമ്മുടെ മനസ്സിലൊരു നെറ്റും ഒരു ബോളും ഒക്കെ വരും, അല്ലേ? അപ്പോൾ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യു ആർ ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾ, യു നെവർ ഗെറ്റ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾ ഇതെന്തൊരു കോൺട്രാഡിക്റ്റ് ആണ്. ഗോളിലല്ല ലക്ഷ്യം വെക്കണം. ഗോൾ നേടണമെങ്കിൽ ദർ ഇസ് എ പ്രോസസ്. ഞാൻ പറയാൻ മനസ്സിലാണല്ലോ. ഇഫ് യു ഫോക്കസ്ഡ് ഓൺ യുവർ പ്രോസസ്, യു വിൽ ഗെറ്റ് ദ ഗോൾ. ഉദാഹരണം ഇതെല്ലായിടത്തും പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന മെസ്സി, എളുപ്പം മനസ്സിലാൻ വേണ്ടി മെസ്സിനെ എടുത്ത്, മെസ്സി ഗോളടി വീരനാണ്, അല്ലേ? അപ്പൊ അയാളെ എല്ലാവരും അറിയും. അയാളുടെ കാലെ പന്ത് കിട്ടിയാൽ അയാൾ ഗോൾ അടിക്കും. പക്ഷെ അയാളുടെ കാലെ പന്ത് കിട്ടണ്ടേ? അപ്പൊ അതിന് പുറകിൽ ചിലപ്പോൾ ഹെഡ് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ ഷോർട്ട് പാസ് ആയിരിക്കും, ചിലപ്പോൾ ലോങ് പാസ് ആയിരിക്കും. അങ്ങനെ ചില ആളെ മാർക്ക് ചെയ്തിട്ടായിരിക്കും പന്ത് പോകുന്നത്. അങ്ങനെ പല ആളുകൾ കറങ്ങി കുറെ, ചിലപ്പോൾ ബാക്ക് പാസ് വരും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എവിടെ എത്തുക? ഈ പറയപ്പെടുന്ന മെസ്സിയുടെ കാലിലെത്തുക. മെസ്സി ചിലപ്പോൾ അടിച്ച ഗോൾ കയറണമെന്ന് നിർബന്ധമില്ല. അതിന് കറക്റ്റായിട്ട് ആംഗിൾ കിട്ടിയെങ്കിൽ മാത്രമേ ഗോൾ കയറത്തുള്ളൂ. ഇതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, അതിന് പുറകെ പ്രോസസ്സ് ഉണ്ട്. എല്ലാത്തിനും പുറകെ പ്രോസസ്സ് ഉണ്ട്. ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുകയാണ്. നമ്മൾ ശരിക്കും നേരെ ഇങ്ങോട്ട് കയറി വന്നിങ്ങോട്ട് എടുക്കുകയായിരിക്കും. അതിൻ്റെ പുറകെ പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് ആരും കാണത്തില്ല. ആ പ്രോസസ്സ് തെറ്റിയാൽ നമുക്ക് ഗോൾ നേടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സച്ചിൻ എടുത്തോളൂ. സച്ചിൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? പലതരത്തിലുള്ള കളികളെല്ലാം കളിക്കുന്നുണ്ട്. അവരെ ഈ ക്രിക്കറ്റർമാർ ക്രിക്കറ്റ് കളി മാത്രമല്ല, അവരുടെ ഫിസിക്കിന് വേണ്ടി അവർ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, അവർ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിക്കറ്റായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ പുറകിലത്തെ പ്രോസസ്സ് അറിയണം. ഒരു വീട്ടമ്മ രാവിലെ അവർ കറി വെക്കുകയാണ്, ഒരു ദോശ ഉണ്ടാക്കുകയാണ്. ദർ ഇസ് എ പ്രോസസ്. എന്തുകൊണ്ട്? നാളെ രാവിലെ ദോശയാണെന്ന് അവർ ഗോൾ സെറ്റ് ചെയ്തു, എന്നിട്ട് അവർ വെറുതെ ഇരിക്കുക. നാളെ രാവിലെ ദോശ ആകാശത്ത് നിന്ന് വരുമോ? വരത്തില്ലല്ലോ. നാളെ രാവിലെ ദോശ ഉണ്ടാക്കണമെങ്കിൽ അവർ ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന ആളാണെങ്കിൽ അരിയും ഉഴുന്നും കൃത്യപാകത്തിൽ വെള്ളത്തിലിട്ട് അരച്ച് കൃത്യമായി അത് മിക്സ് ചെയ്ത് കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പോൾ അത് നുരഞ്ഞു പൊന്തി വരത്തില്ല, ഫെർമെന്റൈസ് ആവത്തില്ല. അപ്പോൾ അവർക്ക് അതറിയാം. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിനെന്താ എളുപ്പം സാർ, നമുക്ക് റെഡിമെയ്ഡ് സാധനം വാങ്ങിച്ചാൽ മതി. ആ റെഡിമെയ്ഡിനും ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ പ്രോസസ്സിൽ വെക്കുന്നത്, ആ പ്രോസസ്സ് ശരിയാക്കി മാത്രമേ എന്തുള്ളൂ ഗോൾ നേടാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും ആളുകൾ നമുക്ക് ഉപദേശങ്ങൾ തരും. നിനക്ക് ഒരു ലക്ഷ്യമില്ല. ലക്ഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ. പക്ഷെ ആ ലക്ഷ്യത്തിൽ എത്താനുള്ള വഴി എന്താണ്, മാർഗം എന്താണ്? ആ മാർഗത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ ശരിയായ മാർഗം പഠിക്കണമെങ്കിൽ, ശരിയായ മാർഗം ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെന്ററിങ് ആവശ്യം. ചിലർക്ക് സെൽഫ് മെന്ററാണ്, ചിലപ്പോൾ സ്വയമേ മെന്റർ ആയിരിക്കും. ചില ആൾക്ക് വേറൊരാളിൻ്റെയും കൂടെ സഹായം വേണ്ടി വരും, ഇല്ലേ? അങ്ങനെ ചിലപ്പോൾ നമ്മൾ മെന്റർക്ക് വിധേയരാൻ വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചില ആളുടെ ഉപദേശം നല്ല നല്ല ബുക്സ് വായിക്കേണ്ടി വരും, നല്ല സെമിനാറുകൾ കാണേണ്ടി വരും. ജീവിതത്തിൽ ഗോൾ വയ്ക്കുമ്പോൾ ജീവിതത്തിൽ ഗോൾ നേടണമെങ്കിൽ ജീവിതത്തിന്റെ പ്രോസസ്സുകൾ പഠിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമല്ല. പരീക്ഷ പാസ്സാകുന്ന വെച്ചാൽ നിങ്ങൾ മാത്സ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ MSc മാത്സുകാരാണ്. MSc മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ മാത്സ് ആണ് നിങ്ങളുടെ മെയിൻ വിഷയം. അപ്പോൾ നിങ്ങൾ MSc മാത്സ് പഠിക്കാനുള്ള കാര്യങ്ങൾ എടുക്കണം. ഇതേപോലെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തണം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ സയൻസ് പഠിക്കണം. അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും ഒന്നും ജീവിതത്തിന്റെ സയൻസ് പഠിച്ചിട്ടില്ല. വളരെ കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ അക്കാഡമിക്കലി നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് കരുതുന്ന ആളുകൾ പോലും ചിലപ്പോൾ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ പരാജയപ്പെട്ടു പോകും. പിന്നെ ഇപ്പോഴും ഗോളുകൾ നേടണമെന്ന് നിർബന്ധമില്ല. മെസ്സി അടിക്കുന്ന എല്ലാ പന്തുകളും പോസ്റ്റിൽ കയറത്തില്ല. ഇപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ 100 അടിക്കാറില്ല. ചിലപ്പോൾ ഡക്ക് അടിച്ച് പോകാറുണ്ട്, ഇല്ലേ? എന്ന് വെച്ചിട്ട് അയാൾക്ക് അടുത്ത തവണ അയാൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ മികച്ചതാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകുന്ന യാത്രയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പുറകോട്ട് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടി, ചിലപ്പോൾ 2 സ്റ്റെപ്പ് ഇറങ്ങേണ്ടി, 3 സ്റ്റെപ്പ് ഇറങ്ങേണ്ടി വരും. അപ്പൊ ചില ആളുടെ ജോലി എന്താ പറയുക, 1-2 പ്രാവശ്യം തോൽവി ഉണ്ടാകുമ്പോൾ അത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുമോ അവിടെ ഉപേക്ഷിച്ച് പോകുക എന്നൊരു
ഒരു സാമാന്യ ഇപ്പോൾ എന്താ 2 പ്രാവശ്യം തോറ്റു, ഇനി എന്ത് ചെയ്യണം, ഇനി ചെയ്താൽ ഞാൻ പരാജയപ്പെടും, ഉപേക്ഷിച്ചേക്കാം. ഇതൊരു സാധാരണക്കാരന്റെ ഒരു മിഡിയോക്കർ മൈൻഡ് സെറ്റാണ്. 2 പ്രാവശ്യം വീണാൽ ഇട്ടിട്ട് പോവുക, 3 പ്രാവശ്യം വീണാൽ ഇട്ടിട്ട് പോവുക. പക്ഷേ ഒരു സ്ട്രെങ്ത് ആയിട്ട് ചിന്തിക്കുന്ന, നല്ല സ്ട്രോങ് വിഷൻ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അയാൾക്ക് മനസ്സിലാകത്തില്ല. അയാൾ അതിനൊരു എക്സ്പീരിയൻസർ എടുക്കും. ഞാൻ 2 പ്രാവശ്യം തോറ്റു, 3 പ്രാവശ്യം, എന്തുകൊണ്ടാണ്, വാട്ട് ഇസ് ദ റീസൺ? അയാൾ ആ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ റീസണെ അയാൾ ഒഴിവാക്കും. അയാൾ പ്രോസസ്സിനെ ഒഴിവാക്കത്തില്ല, അയാൾ ഗോളിനെ ഒഴിവാക്കത്തില്ല. പരാജയപ്പെടാനുള്ള എന്ത് കാരണമുള്ളത്, ആ പ്രോസസ്സിന്റെ ഏത് ഭാഗത്താണ് എനിക്ക് പരാജയം സംഭവിച്ചത്, അതിനെന്താണ് റീസൺ, ആ റീസണെ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എത്ര വലിയ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ ഗോളുകൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്പിൾ തരാണ്, ആപ്പിൾ കഴിക്കണം, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ഗോൾ ആപ്പിൾ കഴിക്കണം. നിങ്ങളുടെ അടുത്ത് വിഴുങ്ങാൻ പറ്റില്ല, നിങ്ങൾ എന്താണ് ആപ്പിൾ കഴിക്കണം. അപ്പൊ നമ്മൾ കഷ്ണമായിട്ട് മുറിച്ച് പാകത്തിൽ, ചിലപ്പോൾ ഉപ്പിട്ട് കഴിക്കും ചില ആളുകൾ, അപ്പോൾ കൂടുതൽ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ ആപ്പിൾ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് മുറിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ ഗോൾ എന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ആർത്താക്കിയാൽ ഏത് വലിയ ഗോളും നമുക്ക് നേടാൻ പറ്റുന്നുള്ളൂ. ഇസ്ന്റ് ഇറ്റ്?